വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് ജയലക്ഷ്മി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ചെയ്യാൻ പോണത്. ഇന്നൊരു വാലന്റൈൻസ് ഡേ തീമെന്നും കൂടി പറയാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് ലാഗ് അടിക്കാണ്ട് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് തന്നെ സ്കിൻ കെയർ ഞാൻ പക്കയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം ഞാൻ എന്തൊക്കെ പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തേക്കണം എന്നുള്ളത്. സ്കിൻ കെയർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ കാണുന്ന പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത് സ്കിൻ കെയർ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ഞാൻ കുറേ വീഡിയോസ് ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു ടോണറാണ് അടിച്ചേക്കണത്. ഗുഡ് വൈബ്സിന്റെ തന്നെ ഒരു ബ്രൈറ്റനിങ് ജെല്ലിന്റെ ഒരു ടോണറാണ്. പിന്നെ രണ്ടാമത് ഞാൻ ഒരു സിറാണ് അപ്ലൈ ചെയ്തേക്കണത്. ഡെർമാടെക്സിന്റെ ഒരു സിറം, ഒരു മോയ്സ്ചറൈസിങ് ക്രീമായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഫോക്സ്ടെയിലിന്റെ ആണ്. ഇതും റീസെന്റ് ആയിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യണതാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്തത് ഈ ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള മേക്കപ്പ് ലുക്കിൽ കിടക്കാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ യൂസ് ചെയ്യാൻ പോണത് ഈ കാണുന്ന ഒരു പാലറ്റ് ആണ് കേട്ടോ. ഈ ഒരു പാലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3-in-1 ആയിട്ടുള്ള ഒരു പാലറ്റ് ആണ്. ഇൻസൈറ്റിന്റെ ആണ്. ഇത് നമുക്ക് കൺസീലർ ആയിട്ടും യൂസ് ചെയ്യാം, കറക്റ്റർ ആയിട്ടും യൂസ് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ കോണ്ടൂർ ആയിട്ടും യൂസ് ചെയ്യാം. എന്തായാലും ഞാൻ ഫസ്റ്റ് ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കാണ് കേട്ടോ. ഞാൻ ഇതുപോലെ ഒരു ചെറിയൊരു പഫ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഈ കാണുന്ന ഓറഞ്ച് ഷെയ്ഡാണ് എനിക്ക് ഫസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത്. ആദ്യം തന്നെ നമുക്കിത് ഈ ഒരു ഓറഞ്ച് കളറിൽ തന്നെയാണ് ചെയ്യേണ്ടത്. നമുക്ക് എന്തെങ്കിലും ഡാർക്ക് സ്പോട്ട് അതുപോലെ എന്തെങ്കിലുമൊക്കെ വല്ല പാടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇത് വെച്ചിട്ട് ഒന്ന് ഹൈഡ് ചെയ്യാം. ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുത്ത എല്ലാവരുടെയും നന്നായിട്ട് കൺസീൽ ചെയ്യാട്ടോ. ഹോട്ട് വൈസ് ആയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. ഇനി ഈ പഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. ഫൗണ്ടേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഒരു ഇത്തിരിയാണ് എടുത്തേക്കണത്. എൻവൈബേൻ്റെ ഫൗണ്ടേഷൻ ആണ് ഇട്ടത്. ഡോട്ടായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഒന്ന് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബ്ലെൻഡിങ് ടൂളാണ് ഇട്ട് എടുത്തേക്കണത്. ഫേസ് ആയിട്ടുള്ളതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഐക്ക് കിടക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കാജലാണ്. ഇനി കാജൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്മോക്കി ലുക്ക് പോലെ ചെറുതായിട്ടൊന്നാക്കി കൊടുക്കാം. വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നോക്കി ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇനി ഇപ്പുറത്തുനിന്ന് നമുക്ക് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് അടിയിലും കൂടി നെയ്ത് കൊടുക്കാം. കണ്ണ് നേരിട്ട് വയ്യ. കുറേ നാളായി ഞാൻ എഴുതിയിട്ടത് കാരണം കണ്ണിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടാൻ വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു സ്കെച്ച് ടൈപ്പാണ് ഇട്ടെടുത്തേക്കണത്. നമുക്ക് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ബ്രൗൺ കളർ ഷെയ്ഡാണ് ഇട്ട് എടുത്തേക്കണത്. കാണുമ്പോൾ ഇത്തിരി ചെറുതാണ്, വാങ്ങിച്ചിട്ടില്ലേ വേറെ. ഇത് കഴിഞ്ഞിട്ട് വാങ്ങിച്ചാൽ പോരെ, എന്തിനാണ് വെറുതെ ഓരോന്ന് വലുത് നോക്കിയിട്ട് വാങ്ങിച്ചു വെക്കണം. ഐബ്രോസ് എഴുതുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ചിട്ട് വേണം എഴുതാൻ. അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. റെഡ് പോലും ചെയ്യാത്ത ഞാൻ ഇങ്ങനെ ഒരു ഇതിൽ എഴുതി കണ്ടില്ലേ. അപ്പം അങ്ങനെ പിടിച്ചെങ്കിൽ നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. ഇനി ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്യാം. ഐബ്രോസ് ഇവിടെ ഫില്ലായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലിപ് ലൈനറാണ് ആവശ്യം. അപ്പോൾ ലിപ് ലൈനർ അടിക്കാൻ എടുത്തേക്കുന്നത് മാൾസിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഡീപ്പ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് 02 എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡാണ് വന്നേക്കുന്നത്. നമുക്ക് ട്രൈ ചെയ്യാം.
ലാക്മേ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്നാക്കി കൊടുക്കണ്ട. ജസ്റ്റ് സിസ് ബ്യൂട്ടീൻ്റെ തന്നെ ചെറി ബ്രൗൺ 06 എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് തന്നോ 3 4 ഒക്കെ ഒരുമിച്ചിട്ടില്ല, എനിക്കൊരു സമാധാനം കിട്ടില്ല. വേണ്ടത് മസ്കാരയാണ്, എന്നാലും നമ്മളെ ഐൻ്റെ ആ ഒരു മേക്കപ്പ് ലുക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. മസ്കാര ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് ബ്ലൂ ഹെവൻ്റെ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മസ്കാര അപ്ലൈ ചെയ്ത് കഴിഞ്ഞേക്കാണ്. ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തോ ഒരു കുറവ് പൊട്ടാണല്ലേ, നമുക്കതും കൂടി ഇട്ട് കൊടുക്കാം. വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഷ് വേണ്ടേ, അത് ഇൻസൈറ്റിൻ്റെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ബ്ലഷ് അപ്ലൈ ചെയ്യൽ നമ്മളെ കഴിഞ്ഞേക്കാണ്. ഇനി പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, ജസ്റ്റ് മുടിയൊന്ന് കെട്ടാം, പിന്നെ എൻ്റെ ഒരു മൂക്കുത്തി എടുത്തിടണം. ഇപ്പോൾ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഒരു ഹാർട്ട് ഷേപ്പിലുള്ളൊരു മൂക്കുത്തിയാണ് എൻ്റെ കയ്യിലുള്ളത് തന്നെ. ഇനി നമ്മുടെ ഇയറിങ്സും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഹെയർ ഒന്ന് കെട്ടിയിട്ട് വരാം. എനിക്കങ്ങനെ ഹെയർ സ്റ്റൈൽ വല്ലാണ്ടൊന്നും അറിയുന്ന ആളല്ല, അത് അല്ലെങ്കിൽ ജസ്റ്റ് സിമ്പിളായിട്ട് ചെയ്യണുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി കാണും. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. സിമ്പിളായിട്ട് ഞാൻ ചെയ്തേക്കണം കേട്ടോ. ഞാൻ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. വലിയൊരു രീതിയിലല്ല, നല്ലൊരു ചെറിയൊരു ഇതിലായിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസോ അങ്ങനെ എന്തെങ്കിലും വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ. ടാറ്റാ. നിന്നെ കൺപാർക്കുവാൻ